ഇനി അഞ്ജുവിന്റെ പ്ലേ ഗ്രൗണ്ട് ആണ്. പ്ലേറ്റ്, കുപ്പി, ഡപ്പി എല്ലാം കിട്ടുന്ന സാധനങ്ങളൊക്കെ. കരണ്ടി വിടാനുള്ള സാധനം. അരമണിക്കൂർ ഫുഡ് എടുക്കുന്നതാണ് ഏറ്റവും ഭേദം ഫസ്റ്റ് തന്നെ. സൺഡേ രാവിലെ ആയിട്ട് വാവയ്ക്ക് എവിടെയെങ്കിലും പോകണം എന്നാണ്. പക്ഷെ അവളെ കൊണ്ട് പോകുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാല് നമുക്കൊന്നും ചെയ്യാൻ ഉണ്ടാവത്തില്ല. എന്നും സാറ്റർഡേ സൺഡേ ആകുമ്പോൾ എവിടെയെങ്കിലും പോണം എന്ന് പറയും. ഒബ്വിയസ്ലി വീട്ടിൽ തന്നെ ഇരുന്ന് ഇവിടെ നോക്കുന്നത് എനിക്ക് പോകണം എന്നാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ചോയ്സസ് ഒക്കെ എപ്പോഴും ഇങ്ങനെ വാവയ്ക്ക് പോകാൻ പറ്റുന്ന സ്ഥലം അങ്ങനെ അതെ, നമ്മുടെ പഴയ സൺഡേസ് പോലെ അല്ല ഇപ്പോൾ. പണ്ടത്തെ സൺഡേ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങി 10-12 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കും. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ടോഡ്ലേഴ്സ് ഉള്ള വീട്ടിലുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമ്മള് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മുടെ പ്ലാന്. പക്ഷെ അങ്ങനെ നടക്കാറില്ല. ഒരുപാട് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കുറെ ഡെയിലി റുട്ടീൻസ്, ഇപ്പോൾ വർക്ക്ഔട്ട്സ്, അല്ലെങ്കിൽ സൺഡേ ലഞ്ചിന് എവിടെയെങ്കിലും പോവുക, അങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ കുറെ കഴിയുമ്പോഴേക്കും ടോഡ്ലറും കൂടെ ഉണ്ടെങ്കിൽ അങ്ങ് സ്റ്റോപ്പ് ആവും. കാരണം പിന്നെ ടോഡ്ലറിന്റെ ഷെഡ്യൂളിലോട്ട് അങ്ങ് മാറും. ടോഡ്ലറിന് ഉറങ്ങണം, ഉച്ചയ്ക്ക് 1 മണിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഞ്ചിൽ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈവൻ എക്സസൈസ് കഴിക്കുന്ന ഒരു 2 years ആയിട്ട്, അതിന് മുമ്പ് വരെ വളരെ നന്നായിട്ട് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഭയങ്കര പ്രയോറിറ്റി ആയിട്ട്, അത്ര പ്രയോറിറ്റി ഉണ്ടായിട്ട് പോലും നമുക്ക് ഇപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെ വല്ല പ്ലാൻ ചെയ്തോ നടക്കില്ല എന്നായിരുന്നു. അങ്ങനെ ഒരു എനിക്ക് ഹലോ ചെയ്യേ ഹലോ പറ. അങ്ങനെ ഒരു 2 years പോയി എന്ന് പറഞ്ഞു. 2 years അല്ല, ആക്ച്വലി പറഞ്ഞ ഒരു 1.5 years പോയി. പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. നമ്മൾ പല ഷെഡ്യൂളും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. 2 ദിവസം ചെയ്യാൻ പറ്റും, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ പോകുന്നു. അവസാനം എനിക്കൊന്ന് സക്സസ്ഫുള്ളി ഒരു കഴിഞ്ഞ 2 months ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ മീൻകുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് പറയും എനിക്കും എക്സസൈസ് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമല്ല നടക്കണേ. ചെയ്യണ്ട, അച്ഛൻ അമ്മ 2 പേരും ചെയ്യണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോയി അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ലൈക്ക് എങ്ങനെയൊക്കെ റീബിൽഡ് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ നമ്മളത് ഭയങ്കര സ്ട്രെയിൻ പോലെ ചെയ്യേണ്ടി വരുന്നു. ആൻഡ് ഇന്നിപ്പോ ഒരു സൺഡേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് റിലാക്സ് ആയിട്ടിരിക്കുന്നതായിരുന്നു. പണ്ടൊക്കെ സൺഡേസ് എന്ന് പറയുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈമായിരുന്നു. പക്ഷെ ഇപ്പൊ സൺഡേസും മറ്റു ഡേയ്സ് പോലെ തന്നെയാണ്. ആകെയുള്ള ഡിഫറൻസ് വലിയൊരു ടൈം ലൈൻ ഇല്ല എന്നുള്ളത് മാത്രമാണ്. എക്സസൈസ് ചെയ്യണമെങ്കിൽ 12 മണിക്ക് ചെയ്യാം. ആ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം അല്ല, ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റേ പറ്റൂ. കാരണം ഒരാൾക്ക് വിശക്കുമല്ലോ. അപ്പൊ നമുക്ക് പാപ്പം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതായത് ഫിക്സ് ഷെഡ്യൂൾ നമുക്ക് വെക്കാൻ പറ്റില്ല. എപ്പോഴും ഭയങ്കര ഫ്ലെക്സിബിൾ, ഇങ്ങനെ മാറി മറിഞ്ഞ് ഇന്ന് 8 മണിക്ക് വർക്കൗട്ട് ആണെങ്കിൽ അവിടെ നാളെ ആണെങ്കിൽ 7 മണിക്കാണ്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 11 മണിയാവും, 12 മണിയാവും. അങ്ങനെയൊക്കെ അതാണ് നമുക്ക് ആക്ച്വലി മനസ്സിലായത്. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി കുറച്ചിട്ട് റിജിഡിറ്റിക്ക് വേണ്ടി ശ്രമിച്ചു. ലൈക്ക് നമ്മുടെ ടൈം ലൈൻ ഇങ്ങനെയാണ്, നമ്മൾ ഇത് ചെയ്യുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി, ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായേ അങ്ങനെയല്ല, അതല്ല ഇതിന്റെ വഴി. ശരിക്കും പറഞ്ഞാൽ ബേബിയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നല്ലോ, ലൈക്ക് നമ്മുടെ കൂടെ എക്സസൈസ് ചെയ്യാൻ പഠിപ്പിക്കണം. അപ്പൊ അതൊരു ഹാബിറ്റ് ആവും. നമ്മളൊക്കെ ഈ ഹാബിറ്റ് അഡൾട്ട്സ് ആയിട്ടാണല്ലോ കൾട്ടിവേറ്റ് ചെയ്തെടുത്തത്. ലൈക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ പേരൻസ് ഒന്നും രാവിലെ ഇരുന്ന് എക്സസൈസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവരവരുടെ യങ്ങർ ടൈംസിൽ എനിക്ക് തോന്നുന്നില്ല എല്ലായിടത്തും ഒക്കെ അങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഇപ്പം എന്താ പറയുക, കുട്ടികൾക്കും കൂടെ ആ ഒരു ഫീല് കൊടുത്തു കഴിഞ്ഞാൽ, എവിടെയൊക്കെ നമ്മൾ വായിച്ചാണ് കുറെ വലുതാവുമ്പോ അവരത് ഡെയിലി ഹാബിറ്റ് ആവുമ്പോ അതൊരു ഈസി ആയിരിക്കും. സോ എന്താ പറയുക, എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് മാറുന്നു. നമ്മളൊക്കെ ഇപ്പൊ എനിക്ക് ഒരു 20-25 ആയപ്പോഴാണ് ഇതിനെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അല്ലെങ്കിൽ അത് നേരത്തെ പണ്ട് നമ്മൾ ചെയ്യുന്നു, 2-3 മാസം ചെയ്യുന്നു, പിന്നെ നിർത്തുന്നു, പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും കണ്ട് മോട്ടിവേഷൻ കിട്ടിയിട്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ അതിന് പകരം ലൈക്ക് ഒരു ഡെയിലി നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കുളിക്കുന്ന പോലെ അതൊരു സെറ്റ് ടൈം വെച്ച് ചെയ്ത് അതങ്ങനെ ശീലമാക്കാന്നുള്ള ഒരു ചെയ്തത്. പിന്നെ ഒരു 25-27 ഒക്കെ ആയതിനു ശേഷം ഇതുപോലെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തോന്നും നമ്മൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സംഭവമാണെന്നുള്ളത്. അപ്പൊ ബ്രഷ് ചെയ്യാനൊക്കെ പഠിപ്പിക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ അല്ല ഡെയിലി ചെയ്യണം ഇല്ല അതുപോലത്തെ ഒരു സാധനമായിട്ട് മാറുന്നൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ആണ്.
പിന്നെ പണ്ടൊക്കെ നമ്മൾ ജിമ്മിലായിരുന്നു പോയി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് നിർത്തിയിട്ട് ഹോം എക്യുപ്മെന്റ്സ് അല്ല, ഡമ്പലും പിന്നെ ചെറിയ ഡമ്പല്, വലിയ ഡമ്പൽ, അങ്ങനത്തെ സാധനങ്ങൾ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം ജിമ്മിൽ പോവുക, ഇതിനിടയിൽ കൂടെ ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയെടുക്കുക, പോവാ വരിക, അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് പോവുക, ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. അതിനെക്കാട്ടിലും ഭേദം വീട്ടിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 minutes നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനുള്ള, അപ്പൊ അറ്റ്ലീസ്റ്റ് അത് നടക്കും. മറ്റത് നടക്കാനേ പോകുന്നില്ല. നമ്മൾ ഓരോ റീസൺസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പോണ്ട, നാളെ പോകണോ, മറ്റന്നാ പോണ്ട. അതെ, ഇത് രാവിലത്തെ പല ദിവസം നമ്മൾ ഉറക്കം പോലും ശരിയാവാറില്ല. അപ്പൊ ഉറക്കം ശരിയാവാത്ത സ്ഥിതിക്ക് ഇതിനൊക്കെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. എനിവേസ് ഞങ്ങളുടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഹോം വർക്കൗട്ടിനുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ. പിന്നെ നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. പക്ഷെ നമുക്കിപ്പോ പറഞ്ഞ പോലെ 2 years മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എഫിക്കസി ഒന്നും ഇപ്പൊ വന്നിട്ടില്ല. ടൈം എടുക്കും. ആ ഇന്റൻസിറ്റിയിൽ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല. ഹോപ്പ്ഫുള്ളി കുറെ കൂടെ കഴിയുമ്പോഴേക്കും ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അറ്റ്ലീസ്റ്റ് സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ള പോലെ. പക്ഷെ അതിനകത്തുള്ള അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ലിറ്ററലി 6 months or 8 months സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് കംബാക്ക് ചെയ്യാൻ. നമ്മൾ ഒരു ദിവസം ചെയ്യും, പിന്നെ എന്തെങ്കിലും വരും, ഉറക്കം ശരിയാവില്ല, പിന്നെ ഒരു മാസം ഒന്നുമില്ല, പിന്നെ അടുത്തതിലേക്ക് വരും, പിന്നെ 2 ദിവസം കഷ്ടപ്പെട്ട് ചെയ്യണോ, പിന്നെ പറ്റുന്നില്ല. സോ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഇന്റർഡിപെൻഡന്റ് ആണ് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത്. മറ്റുള്ളതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് തോന്നുന്ന ദിവസം വേറെ ആൾക്ക് തോന്നത്തില്ല. അപ്പോൾ ഒരു സൺഡേ ആയിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബോറടിക്കും. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് വാവ വിചാരിക്കും വാവയെ കളിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ ആക്ച്വലി അല്ല, നമുക്കും കൂടെ പറ്റിയ സ്ഥലമാണ് ഐക്കിയ. നമ്മളൊരു 2 years ആയെന്ന് തോന്നുന്നു അവിടെ വന്നിട്ട്. 2 years വാവയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ വാവയ്ക്ക് മുമ്പാണ് ലാസ്റ്റ് വന്നത്. വളരെ കുഞ്ഞായിരുന്നു. നമ്മൾ ജസ്റ്റ് എടുത്തോണ്ട് നടക്കുന്ന ടൈമിൽ കൊണ്ടുവന്നിരുന്നു. ഇവിടെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം, കുറേ കളിക്കുന്ന സ്ഥലങ്ങൾ പോലത്തെ സ്ഥലങ്ങളിൽ പിന്നെ കയറി ഇറങ്ങി നടക്കാൻ പറ്റും. പിന്നെ വേറെ പുതിയ പ്ലേ ഏരിയയിൽ കൊണ്ടുവിടാം. പക്ഷേ ഹൈറ്റ് കണ്ടീഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പുതിയ ഓഫേഴ്സ് ഉണ്ട്, ഈ ഫേർണിച്ചറിന്റെ ഓഫേഴ്സ്, അതൊക്കെ വേണമെങ്കിൽ നോക്കാൻ പറ്റും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടെ എന്റർടൈൻമെന്റ് അതാണ് നമ്മുടെ ഹൈലൈറ്റ്. നിമുട്ടി എന്താ ചെയ്യുന്നേ? എന്താ നിമുട്ടി കളിക്കുന്നോ? 3 to 10 years ആണ്. 3 to 10 ആണ് എനിക്ക്. പ്ലസ് 94 സെന്റിമീറ്റർ ഹൈറ്റ് ആണ്. 91 ആണ്. 3 years ആവണം. 3 ആവണം. ബിക്കോസ് അവിടെ അവരെ ഒറ്റയ്ക്ക് വിട്ടാൽ അവിടെ ഇരിക്കുന്ന കുട്ടികളാണ്. ഇതൊന്നും ഒറ്റയ്ക്ക് വിട്ടാൽ അധികം ഇരിക്കത്തില്ല. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഫുഡ് എടുക്കാനാണ് പോയത്. അരമണിക്കൂറല്ല, 45 മിനിറ്റ് എങ്ങാണ്ടായി. ഈ സാധനം ഭയങ്കര സ്ലോ ആണ്. ഫുഡ് എടുക്കുന്നതാണ് ഏറ്റവും ഭേദം ഫസ്റ്റ് തന്നെ. അല്ലെങ്കിൽ പോയി കറങ്ങി വരുമ്പോഴേക്കും അതിൻ്റെ കൂടെ അരമണിക്കൂർ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്. അതാണ് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ കൗണ്ടറിൽ. എന്നിട്ട് അരമണിക്കൂർ അവിടെ ഇങ്ങനെ നിൽക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടെ അനൗൺസ്മെന്റ് ആണ്, നമ്മൾ വരുമ്പോഴേക്കും എന്താന്ന് ഓർഡർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് വരണം. അത് ഓർഡർ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്താനായിട്ടുള്ള അരമണിക്കൂറുണ്ടല്ലോ. സൂക്ഷിച്ചു പോണം. എന്താണെന്നറിയോ, ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ എടുത്ത് വെച്ചിട്ട് സിബ് ഇട്ടിട്ട് കുട്ടിയുടെ തലയിൽ എടുത്ത് വെച്ച് വെച്ചാൽ കുട്ടിക്ക് ഇമാജിനേഷൻ വരും. അത് കസേരയല്ല, അത് സ്റ്റാൻഡാണ്. നോക്ക്, നടന്ന് പോണം, ചാടി. ഹാർട്ട് എവിടെ? ഹാർട്ട് ചാച്ചിറങ്ങണ സ്ഥലം. പിള്ളേരുടെ ടോയ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കബേർഡ്, ക്ലോത്ത് സ്റ്റാൻഡ്, ഇതൊക്കെ നോക്കി
ഇനി അഞ്ജുവിന്റെ പ്ലേ ഗ്രൗണ്ട് ആണ്. പ്ലേറ്റ്, കുപ്പി, ഡപ്പി എല്ലാം കിട്ടുന്ന സാധനങ്ങളൊക്കെ. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? നൈഫ് ഷാർപ്പനിങ് ഉള്ള സാധനമാണ്. ഇതിലിതോ ഇങ്ങനെ വെച്ചിട്ട് ലൈക്ക് കുറച്ച് കഴിഞ്ഞാല് ഓർഡ കത്തിയാണ്. ഇതല്ല, ഇതന്നെയാണോ കരണ്ടി വിടാനുള്ള സാധനം. ഇത് കിച്ചൺ നൈഫ് ഷാർപ്പനിങ്. ഇവിടെ കത്തി എടുക്കുകയാണോ? കത്തി എടുക്കല്ലേനോ? ഇങ്ങനത്തെ കത്തികളൊക്കെ നമ്മുടെ ആ സ്റ്റാൻഡിൽ കയറും സെപ്പറേറ്റ്ലി. ഇറ്റ്സ് നോട്ട് ആ സ്റ്റാൻഡ് ആ കത്തിക്ക് മാത്രം ഡെഡിക്കേറ്റഡ് അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് ഏത് കത്തിയും വെക്കാം. ആ സ്റ്റാൻഡ് പാനല്ലേ, ബിരിയാണി വെക്കുന്ന ടൈപ്പ്. ഇതേ മെറ്റീരിയലിന്റെ പാനാണ്. the same thing, flat lighter and really small as a ഇത്ര ചെറിയൊരു omelette സെയിം ഓഫർ ആയിരുന്നു 1 year back. സെയിം 500 rupees I bought this same set of 3 or 4 3. ഇവിടെ മേലിരിക്കുന്ന ബൗളും ഉണ്ടോ മാരിനേറ്റ് ചെയ്യുന്നത്, അത് നല്ലതാ. അങ്ങനെ ഇന്നത്തെ യാത്ര തീർന്നു. 5 മിനിറ്റ് കൂടെ സോഫയിൽ ഇരുന്നിട്ട് പോവാന്ന് വിചാരിക്കും, അത്രയ്ക്ക് അങ്ങ് ക്ഷീണിച്ചു. അതിപ്പോ നമ്മൾ എവിടെ പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ. അവസാനം ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാൾ ഉറങ്ങും, പിന്നെ ആളെ എടുത്തോണ്ട് എല്ലായിടത്തും നടക്കണം. നമ്മൾ തളർന്ന് തിരിച്ചു കിട്ടും. അതെ, വൈകിട്ടായി. ഉച്ചയായപ്പോൾ എത്തിയതാണ്, ഒരു 1 മണി 12:31 ആയപ്പോൾ എത്തിയാണ്. ഇപ്പൊ ഏതാണ്ട് 5 o'clock ആയി, ആദ്യമായി. അപ്പോൾ ഓക്കെ, ഇന്നൊരു എക്സൈറ്റ്മെന്റ് ഒന്നും കാണത്തില്ല. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.